നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പ്രൊജക്ടൈൽ മോഷനെ പറ്റിയിട്ടായിരുന്നു. പ്രൊജക്ടൈൽ മോഷനിൽ ഒരു ഫുൾ പ്രൊജക്ടൈൽ, ആംഗുലാർ പ്രൊജക്ടൈലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇറ്റ്സ് ലുക്സ് ലൈക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് അവസാനം എൻഡ് ചെയ്യുന്നൊരു പ്രൊജക്ടൈലാണ്. ഈ ആംഗിൾ നമുക്കറിയാം, തീറ്റയാണ് ഈ ആംഗിൾ. ഇവിടെ നടക്കുന്ന ആക്സലറേഷൻ ഡൗൺവേർഡ് ഡിറക്ഷനിലാണ്, ജി ആണ് ആക്സലറേഷൻ. ഇനീഷ്യൽ വെലോസിറ്റി വെക്റ്റർ v0 NCERT ടെക്സ്റ്റിൽ ആംഗിൾ θ0 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിൻ്റെ എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. എക്സ് കമ്പോണൻറ്റ് ഇസ് ഓൾ ഓഫ് യു നോ v0 cos θ0 and the y component of the projectile v0 sin θ0, that is the y component of the projectile, and x component of the projectile is v0 cos θ0. ആക്സലറേഷൻ ഡൗൺവേർഡ് ഡിറക്ഷനിലാണ്, അതിന് വേർട്ടിക്കൽ കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഓഫ് ദ പ്രൊജക്ടൈൽ മോഷൻ, ഈ പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റിലുള്ള എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും യൂസിങ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. നമ്മൾ എഴുതിയിട്ടുണ്ട് എക്സ് കോർഡിനേറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സം v0 cos θ0 into t. ഇതാണ് എക്സ് കോർഡിനേറ്റ്. വൈ കോർഡിനേറ്റ് നമ്മൾ എഴുതിയത് y is equal to v0 sin θ0 into t minus 1/2 gt square. So this is the y coordinate at any instant. അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്തുള്ള എക്സ് ആണോ വൈ ആണോ കാണേണ്ടത് ആ സമയം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. കാരണം v0 cos θ0 ഇസ് എ കോൺസ്റ്റൻറ്റ്, കാരണം ഇനീഷ്യൽ വെലോസിറ്റിയുടെ എക്സ് കമ്പോണൻ്റ് ആണ്, ഇറ്റ് ഈസ് ഫിക്സ്ഡ്. തീറ്റ നമുക്കറിയാം, θ0 അറിയാം, v0 sin θ0 അറിയാം, ജിയുടെ വാല്യൂ നമുക്കറിയാം. സോ നമുക്ക് ഏത് സമയത്തുള്ള എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ് ആണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ കോർഡിനേറ്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും. അങ്ങനെയാണെങ്കിൽ ദ പൊസിഷൻ വെക്റ്റർ അറ്റ് എനി ഇൻസ്റ്റൻറ്റ്, ഒരു ഏത് ഇൻസ്റ്റൻറ്റിലുള്ള പൊസിഷൻ വെക്റ്റർ ഓഫ് ദ പ്രൊജക്ടൈൽ നമുക്ക് എഴുതാൻ പറ്റും. പ്രൊജക്ടൈലിൻ്റെ പൊസിഷൻ വെക്റ്റർ ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് ഐ ക്യാപ്പ് പ്ലസ് വൈ ജെ ക്യാപ്പ്. ഇതായിരുന്നുള്ള പൊസിഷൻ വെക്റ്റർ എഴുതാനുള്ള ഇക്വേഷൻ. where x and y's are this. Therefore, the position vector of the projectile can be written as, projectile the position vector again എഴുതാം, this is equal to v0 cos θ0 t into I cap plus y cap, position vector y component എഴുതാനായിട്ട് v0 sin θ0 into t minus half gt square into j cap. So this is the position vector of the projectile at any instant of time. Position vector എഴുതാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാം. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഈ പൊസിഷൻ വെക്ടറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അതൊരു മെത്തേഡ്. അപ്പം ഈ ടേമിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക പ്ലസ് ഈ ടേമിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടൈം, അപ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടും. അല്ല, നിങ്ങൾ എക്സിലും വൈയിലും സെപ്പറേറ്റ്ലി കണ്ടുപിടിച്ച് എഴുതാം. എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എക്സ് കോർഡിനേറ്റിന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റിയുടെ എക്സ് കോർഡിനേറ്റ് കിട്ടും. വൈ കോർഡിനേറ്റിന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റിയുടെ വൈ കോർഡിനേറ്റ് കിട്ടും. എന്നിട്ട് നിങ്ങൾ സം ചെയ്ത് എഴുതിയാലും മതി. അതൊരു മെത്തേഡ്, ദറ്റ് ഈസ് ഈസി. സെപ്പറേറ്റ്ലി ഡിഫറൻഷിയേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് ആഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഈ ഇക്വേഷനെ ആർ, വെക്ടർ ആർ ഇസ് ഗിവൺ v0 cos θ0 t I cap v0 sin θ0 t minus half gt square j cap എന്ന് പറയുന്ന ഇക്വേഷനിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താലും മതി. ഞാൻ നിങ്ങൾക്ക്, നിങ്ങൾ തുടക്കക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഓരോന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. സോ വെലോസിറ്റിയുടെ എക്സ് കമ്പോണൻറ്റ് കണ്ടുപിടിക്കണം. വി എക്സ് കാണണം എന്ന് കരുതുക. വെലോസിറ്റിയുടെ എക്സ് കമ്പോണൻറ്റ് കാണണം. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഡി ബൈ ഡി ടി ഓഫ് എക്സ്. എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ ദിസ് ഇസ് ഈക്വൽ ടു, നോക്കൂ, ഡി ബൈ ഡി ടി ഇൻറ്റു എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ v0 cos θ0 ഇൻറ്റു ടി. ഇതാണ് എക്സ് കോർഡിനേറ്റ്. അതിന് നിങ്ങൾക്കറിയാം v0 ഇനീഷ്യൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്, കോസ് θ0 കോൺസ്റ്റൻ്റ് ആണ്. സോ അതിന് രണ്ടിനെയും പുറത്തേക്ക് എടുക്കുന്നു. v0 cos θ0 കോൺസ്റ്റൻസ്, ബാക്കി വരുന്നത് d ബൈ ഡി ടി ഓഫ് ടി. d by dt of t ഞാൻ നിങ്ങൾ മുമ്പേ പഠിപ്പിച്ചിട്ടുണ്ട്. d by dt of t എന്ന് പറയുന്നത് 1 ആണ്. സോ
വെലോസിറ്റിയുടെ എക്സ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് v0 cos θ0 ആയിരിക്കും. ദിസ് ഈസ് ദ എക്സ് കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി. വെലോസിറ്റിയുടെ എക്സ് കമ്പോണൻ്റ് ആണ് ഡ്യൂറിങ് ദ പ്രൊജക്ടൈൽ മോഷൻ. ഈ പ്രൊജക്ടൈൽ ചെയ്യുന്നത് വരെ, കംപ്ലീറ്റ് ആകുന്നത് വരെ അതിൻ്റെ എക്സ് കമ്പോണൻറ്റ് അറ്റ് എനി ടൈം, ഏത് സമയത്താണെങ്കിലും, ഇവിടെയാണെങ്കിലും 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 ഏത് സമയത്താണെങ്കിലും അതിൻ്റെ എക്സ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് v0 cos θ0 എന്നായിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട പാരാമീറ്റർ, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം. ഇത് സമയത്തിനനുസരിച്ച് മാറുന്നില്ല, അതൊരു കോൺസ്റ്റൻറ്റ് പാരാമീറ്ററാണ്. ലുക്ക് അറ്റ് ദ വാല്യൂ ഓഫ് എക്സ്. അത് സമയത്തിനനുസരിച്ച് മാറും. സമയം മാറുന്നതിനനുസരിച്ച് എക്സ് കോർഡിനേറ്റിൽ വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. പക്ഷേ വെലോസിറ്റിയുടെ എക്സ് കമ്പോണൻറ്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം. നമ്മളത് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. എക്സ് കമ്പോണൻറ്റിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. v0 cos θ0 എന്ന് പറഞ്ഞ ഇതാണ്. അത് തന്നെയാണ് ഇവിടെ എടുത്താലും ഇവിടെ എടുത്താലും ഈ മാക്സിമം പോയിന്റിൽ എടുത്താലും ഇവിടെ എടുത്താലും ഇവിടെ എടുത്താലും ഇവിടെ എടുത്താലും ഏത് പോയിന്റിൽ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും v0 cos θ0 എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി റിമെയിൻസ് ദ സെയിം ആണ്. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് ഡിസ്കസ് ചെയ്തപ്പോൾ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചതാണ്, എക്സ് ഡിറക്ഷനിൽ ആക്സലറേഷൻ ഇല്ല. അതുകൊണ്ടാണ് എക്സ് കമ്പോണൻറ്റ് ഓഫ് ദ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയി നിലനിൽക്കുന്നത്. എക്സ് ഡിറക്ഷനിൽ ആക്സലറേഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. വൈ ഡിറക്ഷനിൽ ആക്സലറേഷൻ ഉണ്ട്, വൈ ഡിറക്ഷനിൽ ഡൗൺവേർഡ് ഡിറക്ഷനിൽ ആക്സലറേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ വൈ കമ്പോണൻറ്റ് ഓഫ് ദ വെലോസിറ്റിയിൽ വേരിയേഷൻ സംഭവിക്കുന്നു. പ്രൊജക്ടൈൽ മോഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ വൈ കമ്പോണൻറ്റിൽ മാത്രമാണ് വേരിയേഷൻ ഉള്ളത്, എക്സ് കമ്പോണൻറ്റ് റിമെയിൻസ് ദ സെയിം. അപ്പോൾ എക്സ് കമ്പോണൻറ്റ് റിമെയിൻസ് ദ സെയിം ആണ്, അതിന് വേരിയേഷൻ ഇല്ല, സമയത്തിനനുസരിച്ച് മാറുന്നില്ല എന്ന് മാത്തമാറ്റിക്കലി നിങ്ങളോട് തെളിയിക്കാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ ഇതാണ് ചെയ്തു കൊടുക്കേണ്ടത്. എക്സ് കമ്പോണൻറ്റ് പൊസിഷൻ, എക്സ് കോർഡിനേറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ പ്രൊജക്ടൈൽ ഇതാണെന്ന് എഴുതുക. അതിന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി കിട്ടുമെന്ന് പറയുക. ഇത് എഴുതിയതിന് ശേഷം പറയണം ഹിയർ ദർ ഇസ് നോ ടൈം ഡിപ്പെൻഡൻസ്. ഈ ഇക്വേഷനിൽ ഒരിക്കലും നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നില്ല, ടൈം ഡിപ്പെൻഡൻസ് കാണാൻ സാധിക്കുന്നില്ല, അത് ഇല്ല എന്ന് കാണിക്കുക. അതുകൊണ്ട് vx = v0 cos θ0 എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ, അതാ ഇതിന് മാത്തമാറ്റിക്കൽ പ്രൂഫായിട്ടുള്ളത്. ഇനി അടുത്തത് വൈ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി. അതെങ്ങനെ കണ്ടുപിടിക്കാം? The y component of velocity can be obtained by differentiating the y with respect to time. Y കോർഡിനേറ്റിനെ ടൈമിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് y component of velocity കിട്ടും. So this is equal to d/dt. y component എന്താണ് കുട്ടികളെ? It is v0 sin θ0 into t minus 1/2 g t². ഇതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, രണ്ട് ടേംസ് ഉണ്ട്. അപ്പോൾ രണ്ട് ടേമിന് ഡിഫറൻസിയേഷൻ കൊടുക്കണം. സോ ദിസ് ഇസ് ഈക്വൽ ടു d/dt ഓഫ് v0 sin θ0 into t, that is the first term, minus d/dt of 1/2 g t². This is the second term. അപ്പം ഇത് ഫസ്റ്റ് ടേം ആണ്, സെക്കൻഡ് ടേം ആണ്. ഫസ്റ്റ് ടേമിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ആളുകളെ പുറത്തേക്ക് എടുക്കുക, സെക്കൻഡ് ടേമിൽ നിന്ന് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ആളുകളെ പുറത്തേക്ക് എടുക്കുക. v0 sin θ0 ഇത് കോൺസ്റ്റൻ്റ് ആണ്, ഇറ്റ് ഡസ് നോട്ട് വേരീസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? v0 sin θ0 into d/dt of t minus 1/2 g. This is the constant here. So 1/2 g constant ആണ്. Then d/dt of t². d/dt of t². നമുക്കറിയാം d/dt of t എന്ന് പറയുന്നത് 1 ആണ്, d/dt of t² എന്ന് പറയുന്നത് 2t ആണ്. അപ്പോൾ ആ 2ഉം ഈ താഴെയുള്ള 2ഉം തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് v0 sin θ0 മൈനസ് g into t എന്നുള്ളതായിരിക്കും. ശരിയല്ലേ? നോക്കൂ, d/dt of t² ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2t എന്നാണ് കിട്ടുക. And that 2 and this 2 gets cancelled. ബാക്കി gt എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. d/dt of t എന്ന് പറയുന്നത് 1 ആണ്. So v0 sin θ0 മൈനസ് gt എന്ന് കിട്ടും. And this is the y component of velocity. വെലോസിറ്റിയുടെ y കമ്പോണൻ്റ് ആണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. Look at this equation. നോക്കൂ, ഒരു കോൺസ്റ്റന്റ് ടേം മൈനസ് gt. സമയം കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്കറിയാം ഈ ടേം കൂടിക്കൂടി വരും. അങ്ങനെ ഈ ടേം കൂടിക്കഴിഞ്ഞാൽ v0 sin θ0 മൈനസ് എ ടേം. സോ നിങ്ങൾക്കറിയാം y കമ്പോണൻറ്റ് കുറഞ്ഞു വരും. ശരിയല്ലേ? ഒരു കോൺസ്റ്റന്റ് വാല്യൂവിൽ നിന്ന് ഒരു സാധനം ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുക.
അപ്പം ഈ മൊത്തം ടേം എന്ത് സംഭവിക്കും? വി വൈ എന്ന് പറയുന്ന ടേം കുറഞ്ഞ് വരുന്നത് കാണാൻ പറ്റും. അതായത് y കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി വേരീസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. സമയത്തിനനുസരിച്ച് y കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കുന്നു, എന്നാൽ x കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി സമയത്തിനനുസരിച്ച് മാറുന്നില്ല എന്ന് ശ്രദ്ധിക്കുക. ഇത് കുറഞ്ഞ് 0 ആവുകയും പിന്നെ ഈ ടേമിനേക്കാളും വലുത് ഈ ടേം വന്നാൽ അത് മൈനസ് ആവുകയും ചെയ്യും. ഓക്കെ, ഈ ടേമിനേക്കാളും വലുത് ഈ ടേം വന്നാൽ അത് മൈനസ് ആവുകയും ചെയ്യുമെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എക്സ് കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി വൈ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി കിട്ടി. സോ വാട്ട് ഈസ് ദ ടോട്ടൽ വെലോസിറ്റി? വി ഇസ് ഈക്വൽ ടു വി എക്സ് ഐ ക്യാപ് പ്ലസ് വി വൈ ഇൻറ്റു ജെ ക്യാപ്. ഇതാണല്ലോ ടോട്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത്. സോ ദ ടോട്ടൽ വെലോസിറ്റി ഓഫ് ദ പ്രൊജക്ടൈൽ അറ്റ് എനി ഇൻസ്റ്റൻറ്റ്, ഏത് സമയത്തുള്ള വെലോസിറ്റിയുടെ പ്രൊജക്ടൈലിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വി സീറോ കോസ് തീറ്റ സീറോ ഇൻറ്റു ഐ ക്യാപ് പ്ലസ് വി സീറോ സൈൻ തീറ്റ സീറോ മൈനസ് ജി ഇൻറ്റു ടി ഇൻറ്റു ജെ ക്യാപ്. ഇങ്ങനെയാണ് കിട്ടുക. സോ ദ നെറ്റ് വെലോസിറ്റി ഓഫ് ദ പ്രൊജക്ടൈൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് കിട്ടുക. വി നോട്ട് കോസ് തീറ്റ നോട്ട് ഐ ക്യാപ് പ്ലസ് വി നോട്ട് സൈൻ തീറ്റ നോട്ട് മൈനസ് ജി ടി ഇൻറ്റു ജെ ക്യാപ്. ഇതാണ് എക്സ് കമ്പോണൻറ്റ് ഓഫ് ദ വെലോസിറ്റി, അത് ടൈം ഇൻഡിപെൻഡൻ്റ് ആണ്. ഇതാണ് വൈ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടൈം ടി. ഓക്കെ, ഇൻ ദ നെക്സ്റ്റ് കേസ് വി ക്യാൻ സേ ദാറ്റ് വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ പ്രൊജക്ടൈൽ? പ്രൊജക്ടൈലിൻ്റെ സ്പീഡ് എത്രയാണ്? സ്പീഡ് ഓഫ് ദ പ്രൊജക്ടൈൽ നമുക്കതെങ്ങനെ കണ്ടുപിടിക്കാം? സ്പീഡ് എങ്ങനെ കണ്ട? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി, അതിനെയാണ് സ്പീഡ് എന്ന് പറയുന്നത്. സോ സ്പീഡ് ഓഫ് ദ പ്രൊജക്ടൈൽ, the speed of the projectile is equal to the magnitude of the velocity, right? ഇതെങ്ങനെ കാണാം? magnitude of the velocity can be written as square root of vx square plus vy square. This is the magnitude of velocity. So നമുക്കിത് ചെയ്ത് നോക്കാം. നോക്കൂ, vx നമുക്കറിയാം, vx കണ്ടുപിടിച്ചിട്ടുണ്ട്, v naught cos theta naught. So v naught cos theta naught അതിൻ്റെ സ്ക്വയർ പ്ലസ് വി വൈ ഇതാണ് വി നോട്ട് സൈൻ തീറ്റ നോട്ട് മൈനസ് ജി ടി, അതിൻ്റെ സ്ക്വയർ. സോ വി നോട്ട് സൈൻ തീറ്റ നോട്ട് മൈനസ് ജി ടി ആൻഡ് ദ സ്ക്വയർ ഓഫ് ദാറ്റ് ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കാണാം. അപ്പോൾ നോക്കൂ, ഇത് ചെയ്ത് നോക്കണം. ഇത് നമ്മൾ ചെയ്യുമ്പം ഫസ്റ്റ് ടേമിനെ നമ്മൾ ചെയ്യുമ്പം സ്ക്വയർ റൂട്ട് ഓഫ്, നോക്കൂ, വി സീറോ കോസ് തീറ്റ സീറോനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക വി നോട്ട് സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ നോട്ട്. ശരിയല്ലേ? രണ്ട് ടേമിനും സ്ക്വയർ ചെയ്തു, വി സീറോനെ സ്ക്വയർ ചെയ്തു, കോസ് തീറ്റ നോട്ടിനും സ്ക്വയർ ചെയ്തു. അപ്പോൾ ഇതാണ് കിട്ടുക. പ്ലസ് ഇനി ഇത് നോക്കൂ, എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോമിലാണ്. എ മൈനസ് ബി, ദിസ് ഇസ് എ ഫസ്റ്റ് ടേം, ദിസ് ഇസ് ദ സെക്കൻഡ് ടേം. അപ്പോൾ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. സോ ഫസ്റ്റ് ടേമിനെ സ്ക്വയർ ചെയ്യുമ്പോൾ വി നോട്ട് സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ നോട്ട്, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ടേം, minus 2ab, so 2 into a v naught sin theta naught into gt, that is a square minus 2ab plus b square. B square is this, that is g square into t square. Okay, അപ്പം ഇതാണ് ഇതിൻ്റെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വി നോട്ട് സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ നോട്ട്, വി നോട്ട് സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ നോട്ട്, ഈ രണ്ട് ടേമിലും വി നോട്ട് സ്ക്വയർ കോമൺ ആയിട്ടുണ്ട്. നിങ്ങൾക്കത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതിന്ന് വി നോട്ട് സ്ക്വയർ പുറത്തേക്ക് എടുത്തു, ഇവിടുന്ന് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ വി നോട്ട് സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ നോട്ട് പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ നോട്ട് എന്നാണ് കിട്ടുക. കോസ് സ്ക്വയർ തീറ്റ നോട്ട് പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ നോട്ട് എന്താണ്? 1 ആണ്. ദാറ്റ് ഈസ് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി. സോ ദിസ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് വി നോട്ട് സ്ക്വയർ മൈനസ് 2v നോട്ട് സൈൻ തീറ്റ നോട്ട് into gt plus g square t square. ഇതാണ് ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്, സ്പീഡ് ഓഫ് ദ പ്രൊജക്ടൈൽ അറ്റ് എനി ഇൻസ്റ്റൻറ്റ്. ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റിലുള്ള സ്പീഡ് കണ്ടുപിടിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ നിങ്ങൾ ഈ ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. ദിസ് ഇക്വേഷൻ ഇസ് വെരി യൂസ്ഫുൾ ഇൻ ദ എൻട്രൻസ് എക്സാമിനേഷൻ. എൻട്രൻസ് എക്സാമിനേഷൻസിനൊക്കെ ഇത് വളരെ ഉപയോഗപ്പെടും. പ്രൊജക്ടൈലിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കുന്ന പ്രോബ്ലം. എങ്ങനെയാണ് ഇക്വേഷൻ കിട്ടുന്നത്? വി നോട്ട് സ്ക്വയർ മൈനസ് 2v naught sin theta naught into gt plus gt square, g square
ടി സ്ക്വയർ. ജി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, v0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി, തീറ്റ നോട്ട് എന്ന് പറഞ്ഞാൽ അത് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ. ഇതാണ് കിട്ടുന്നത്. ഇനി വേറൊരു കാര്യം കൂടെ ഇവിടെ പറയാനുണ്ട് ഫൈനലി. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ ആംഗിൾ സബ്റ്റൻഡഡ് വിത്ത് ദ എക്സ് ആക്സിസ്. വെലോസിറ്റി എക്സ് ആക്സിസുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? വെലോസിറ്റി വെക്റ്റർ എക്സ് ആക്സിസുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? നമ്മളത് ഡിസ്ക്രിപ്ഷൻ ഓഫ് മോഷൻ ഇൻ 2 ഡയമെൻഷൻ പഠിക്കുമ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. തീറ്റ എക്സ് ആക്സിസുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറ്റ് എനി ടൈം. ഇപ്പം ഞാൻ തീറ്റ 0 അല്ല കേട്ടോ, ഇത് ആക്ച്വലി ദിസ് ഇസ് തീറ്റ അറ്റ് എനി ടൈം. ഇപ്പം ടി ഓഫ് ടി, ഓരോ സമയത്തും ഓരോ തീറ്റയാണ് വരിക. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടാൻ ഇൻവേഴ്സ് വി വൈ ഡിവൈഡഡ് ബൈ വി എക്സ് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും അറിയാമെങ്കിൽ, വെലോസിറ്റിയുടെ എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും അറിയാമെങ്കിൽ, വൈ കമ്പോണൻറ്റ് ഓഫ് ദ വെലോസിറ്റി ഡിവൈഡഡ് ബൈ എക്സ് കമ്പോണൻറ്റ് ഓഫ് ദ വെലോസിറ്റി ആൻഡ് ടേക്ക് ടാൻ ഇൻവേഴ്സ്, നമുക്ക് തീറ്റ എത്രയെന്ന് കിട്ടും. സോ ദിസ് ഇസ് ഈക്വൽ ടു tan inverse y component of velocity is v naught sin theta 0 minus gt divided by v0 sin cos 0, right? The y component of velocity എന്ന് പറയുന്നത് cos theta naught. ഇതായിരിക്കും തീറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. What is the angle of theta at the maximum height? At maximum height, maximum height y component 0 അല്ലേ? വെലോസിറ്റിയുടെ y component 0 ആണ്. മാക്സിമം ഹൈറ്റിൽ പ്രൊജക്ടൈലിൻ്റെ ഏറ്റവും ടോപ്പ് പോയിന്റിൽ വെലോസിറ്റിയുടെ y component 0 ആണ്. നമ്മൾ പ്രീവിയസ് ലെക്ചറിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. At that time theta is equal to tan inverse vy by vx ആണ്. vy 0 ആയി കഴിഞ്ഞാൽ മൊത്തം 0 ആയി പോയി, tan inverse 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അതായത് മാക്സിമം ഹൈറ്റിൽ വെലോസിറ്റിയുടെ ഡിറക്ഷനും എക്സ് ആക്സിസും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? 0 ആണ്. അതായത് അറ്റ് മാക്സിമം ഹൈറ്റ് അത് എക്സ് ആക്സിസിന് പാരലായിട്ടാണ് വെലോസിറ്റിയുടെ ഡിറക്ഷൻ ഉള്ളത് അറ്റ് ദ മാക്സിമം ഹൈറ്റ് ഓഫ് ദ പ്രൊജക്ടൈൽ. അപ്പോൾ മാക്സിമം ഹൈറ്റിലല്ല, മറ്റേതെങ്കിലും സമയത്ത് എത്രയാണ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇത് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നോക്കൂ, നമ്മുടെ പ്രൊജക്ടൈലിൻ്റെ ഫിഗർ ഇങ്ങനെയാണ് ഉണ്ടാവുക അല്ലേ? അങ്ങനെയാണ് പ്രൊജക്ടൈലുള്ളത്. അപ്പം ഈ പോയിന്റിൽ ഇതാണ് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. അറ്റ് ദാറ്റ് ടൈം ദ ഡിറക്ഷൻ ഓഫ് വെലോസിറ്റി ഇസ് ദിസ്. വെലോസിറ്റിയുടെ ഡിറക്ഷൻ ഇതാണ്. അവിടെ വെർട്ടിക്കൽ കമ്പോണൻ്റ് ഇല്ല, ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് മാത്രമേ ഉള്ളൂ. സോ അതാണ് വെലോസിറ്റിയുടെ ഡിറക്ഷൻ. അത് പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. അതാണ് തീറ്റ ഈക്വൽ 0 എന്ന് കിട്ടിയത്. അല്ല ഇവിടെയാണെങ്കിലോ, നിങ്ങൾക്കറിയാം ഇവിടെയാവുന്ന സമയത്ത് വെലോസിറ്റി ഇങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഈ ആംഗിളാണ് ചോദിച്ചത്. വെലോസിറ്റി ഡിറക്ഷൻ ഇങ്ങനെയാണ്, എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ, അത് കണ്ടുപിടിക്കാനാണിത്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വെലോസിറ്റിയുടെ ഡിറക്ഷൻ, ഇതാണ് വെലോസിറ്റി ഡിറക്ഷൻ. അപ്പോൾ അത് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? ഇത് കണ്ടുപിടിക്കാനാണ് ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. അറ്റ് ദ മാക്സിമം ഹൈറ്റ് ആംഗിൾ 0 ആണെന്ന് മനസ്സിലാക്കുക. മറ്റേത് സമയത്തും എത്രയാണ് അത് എക്സ് ആക്സിസുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ എന്ന് കണ്ടുപിടിക്കാൻ യു ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ പഠിക്കേണ്ടത് പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ്. ഒന്ന്, മാത്തമാറ്റിക്കലി ദ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെന്ന് തെളിയിക്കുക. മാത്തമാറ്റിക്കലി ഇങ്ങനെയാണ് അത് കോൺസ്റ്റൻ്റ് ആണെന്ന് തെളിയിക്കുന്നത്. രണ്ടാമതായി വെലോസിറ്റിയുടെ y കമ്പോണൻറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഏതാണ്? v0 sin theta 0 minus gt. ഇതാണ് വെലോസിറ്റിയുടെ y കമ്പോണൻറ്റ്. അങ്ങനെയാണെങ്കിൽ നെറ്റ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കി. സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ കണ്ടുപിടിക്കാൻ, സ്പീഡ് ഓഫ് ദ പ്രൊജക്ടൈൽ കണ്ടുപിടിക്കാൻ നിങ്ങൾ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എടുക്കണമെന്ന് മനസ്സിലാക്കി. ആൻഡ് ദിസ് ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി, ദാറ്റ് ഈസ് സ്പീഡ് ഓഫ് ദ പ്രൊജക്ടൈൽ. ഇനി ഈ പ്രൊജക്ടൈൽ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഓഫ് ഇറ്റ്സ് മോഷൻ, അത് മൂവ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റിൽ അത് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. പരീക്ഷയ്ക്ക് ചോദിച്ചത് എക്സ് ആക്സിസും എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും സമയത്തിനനുസരിച്ച് എങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങളോട് വരയ്ക്കാൻ ആവശ്യപ്പെട്ടാൽ, എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും സമയത്തിനനുസരിച്ച് എങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വരയ്ക്കാൻ ആവശ്യപ്പെട്ടാൽ നമുക്കതെങ്ങനെ ചെയ്യാം. നോക്കൂ, ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ടൈമിൻ്റെ ആക്സിസ് ആണ്.
ഇവിടെ വെലോസിറ്റിയുടെ എക്സ് കമ്പോണൻ്റ് ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്കറിയാം വാട്ട് ഓർ ബി ദ ടൈം, സമയം ഏത് തന്നെയാണെങ്കിലും ദ എക്സ് കമ്പോണൻ്റ് ഓഫ് ദ വെലോസിറ്റി റിമെയിൻസ് ദ സെയിം. അതിൽ യാതൊരു വ്യത്യാസമില്ല. ഏത് സമയത്തും എക്സ് കമ്പോണൻ്റ് ഓഫ് ദ വെലോസിറ്റി ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആൻഡ് വാട്ട് ഈസ് ദാറ്റ് വാല്യൂ? ദാറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു v0 cos θ0. ഇതാണ് ആ വാല്യൂ എന്ന് പറയുന്നത്. ഇനി y കമ്പോണൻ്റ് എങ്ങനെ സമയത്തിനനുസരിച്ച് മാറുന്നു എന്ന് ഗ്രാഫ് വരയ്ക്കാൻ ആവശ്യപ്പെട്ടാൽ എങ്ങനെ വരയ്ക്കണം? y കമ്പോണൻ്റ് ടൈം ആക്സിസ് ആണ്, ഇത് വെലോസിറ്റിയുടെ y കമ്പോണൻ്റ് ആണ്. നിങ്ങൾക്കറിയാം വെലോസിറ്റിയുടെ y കമ്പോണൻ്റ് മാക്സിമം വരുന്നത് തുടക്കത്തിൽ അതിൻ്റെ മാക്സിമം വാല്യൂ വരും. പിന്നെ അതിങ്ങനെ കുറയുന്നത് കാണാൻ പറ്റും. കുറഞ്ഞ് വെലോസിറ്റിയുടെ y കമ്പോണൻ്റ് 0 എത്തും. നോക്കൂ, ഈക്വേഷൻ നോക്കൂ, v0 sin θ0 മൈനസ് gt എന്നാണ്. അപ്പോൾ ഈ ടേമിൽ നിന്ന് ഈ ടേം സബ്ട്രാക്ട് ചെയ്യാണ്. സോ വാല്യൂ ഡിക്രീസസ്. സമയം കൂടുന്നതിനനുസരിച്ച് വാല്യൂ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. വാല്യൂ കുറഞ്ഞ് അവസാനം 0-ലെത്തും. അതായത് ഇത് ഇസ് ഈക്വൽ ടു ഇത് ന്യൂമറിക്കലി v0 sin θ0 എന്ന് പറയുന്നത് gt-ക്ക് ഈക്വൽ ആയി വരുന്ന സിറ്റുവേഷൻ. അപ്പോഴാണ് ഇത് 0 ആവുന്നത്. ഇനിയും സമയം കൂടുകയാണ്. സമയം കൂടുമ്പോൾ ഈ ടേം വലുതാവും. അപ്പോൾ ഇത് മൈനസ് ഇത് എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ് വരിക. ഓക്കെ, സമയം കൂടുന്നതിനനുസരിച്ച് ഈ ടേം കൂടി വരും. അപ്പോൾ ഈ ടേമിനേക്കാളും കൂടുതലാണ് ഈ ടേമെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നെഗറ്റീവാണ് വരിക. സോ ആഫ്റ്റർ വേർഡ്സ് അതിന് ശേഷം ഇതിങ്ങനെ കുറഞ്ഞ് നെഗറ്റീവ് ഡിറക്ഷനിൽ വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ എത്രയാണോ ഇവിടുന്ന് ഇവിടെ വരെ ഉണ്ടായിരുന്നത് അതേ വെലോസിറ്റിയിൽ വരെ ഇത് അവസാനം എത്തിച്ചേരുന്നത് കാണാൻ പറ്റും. ആ സമയം എത്രയും നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ പറ്റും. നോക്കൂ, y കമ്പോണൻ്റ് ഓഫ് ദ വെലോസിറ്റി കുറഞ്ഞ് 0 ആകുന്നു. ഈ 0 ആകുന്ന എപ്പോഴായിരിക്കും കുട്ടികളെ? എപ്പോഴാണ് y കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി 0 ആവുന്നത്? അറ്റ് ദ മാക്സിമം ഹൈറ്റ്. അപ്പോൾ മാക്സിമം ഹൈറ്റിലേക്ക് എത്തിച്ചേരാൻ എടുക്കുന്ന സമയത്തിനെ NCERT ടെക്സ്റ്റ് ബുക്കിൽ TM എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. നോക്കൂ, TM എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ടൈം ടേക്കൺ ഫോർ മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റിലേക്ക് എത്തിച്ചേരാൻ എടുക്കുന്ന സമയം, അതാണ് TM. അപ്പം ഇത് കുറഞ്ഞ് 0 ആവുക എന്ന് പറഞ്ഞാൽ ആ പോയിന്റ്, ആ സമയത്തിൻ്റെ പ്രത്യേകത അറ്റ് ദാറ്റ് ടൈം ഇത് ഏറ്റവും ഹൈറ്റിൽ എത്തിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അതിനെ TM എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി അത് നെഗറ്റീവ് ഡിറക്ഷനിൽ കൂടിയിട്ട് എവിടെയാണോ ഇത്രയും വാല്യൂ അത് തന്നെ ഇവിടെ താഴത്തേക്കും വരും, മാക്സിമം വാല്യൂ. ആ സമയം എത്രയായിരിക്കും എന്നറിയോ? ആ സമയമാണ് ക്യാപിറ്റൽ T. അതിനെ വിളിക്കുന്ന പേര് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്നാണ്. ദാറ്റ് ടൈം ഇസ് കോൾഡ് ടൈം ഓഫ് ഫ്ലൈറ്റ്. വി വിൽ സി, നമ്മളത് തൊട്ടടുത്ത സെഷനിൽ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്താണ് TM എന്നുള്ളതും എന്താണ് ക്യാപിറ്റൽ T എന്നുള്ളതും. എന്തായാലും ജസ്റ്റ് മനസ്സിലാക്കിക്കോളൂ. TM എന്ന് പറയുന്നത് മാക്സിമം ഹൈറ്റ് എത്തിച്ചേരാൻ എടുക്കുന്ന സമയമാണ്, അതാണ് TM. പിന്നെ മാക്സിമം ഹൈറ്റ് എത്തിച്ചേരുന്ന സമയത്ത് അതാണ് TM. പിന്നെ ഫുൾ മുകളിൽ എത്തിയിട്ട് പിന്നെ തിരിച്ച് താഴത്തേക്ക് എത്തില്ലേ, അങ്ങനെ മുകളിലെത്തുന്നു പിന്നെ തിരിച്ച് താഴേക്ക് എത്തും. അപ്പോൾ താഴേക്ക് എത്താൻ മൊത്തം എത്ര സമയം എടുത്തു? ആ സമയമാണ് ക്യാപിറ്റൽ T. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വെലോസിറ്റിയുടെ y കമ്പോണൻറ്റും ടൈമും തമ്മിലുള്ള ഗ്രാഫ്, ഇങ്ങനെയാണ് വെലോസിറ്റിയുടെ x കമ്പോണൻറ്റും ടൈമും തമ്മിലുള്ള ഗ്രാഫ് എന്ന് മനസ്സിലാക്കുക.